നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരിപ്പൂർ മസ്കറ്റ് വിമാനത്തിന്റെ സമയത്തിന് മാറ്റം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും രാത്രി പുറപ്പെടേണ്ടിയിരുന്ന കരിപ്പൂർ മസ്കറ്റ് വിമാനം പുലർച്ചെ 4 മണിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതേ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധം ശക്തമാക്കി. രാത്രി 11 മണിക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു സമയം മാറ്റിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിച്ചത് സാങ്കേതിക തകരാറ് കാരണമാണ് സമയത്തിൽ മാറ്റമുണ്ടായത് എന്നാണ്. ഇതോടെ വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിക്കുകയായിരുന്നു. സമയമാറ്റം നേരത്തെ അറിയിച്ചില്ല എന്ന പരാതി യാത്രക്കാർ ആരോപണമായി ഉന്നയിച്ചു. തിങ്കളാഴ്ച രാവിലെ 11-ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനം റദ്ദാക്കി. എന്നാൽ ഉച്ചയ്ക്ക് 12:30-നാണ് വിമാനം റദ്ദാക്കിയ വിവരം അധികൃതർ യാത്രക്കാരെ അറിയിച്ചത്. സാങ്കേതിക തകരാറ് കാരണം വിമാനം റദ്ദാക്കിയതെന്നാണ് അറിയിച്ചത്. പ്രതിഷേധത്തിന് പിന്നാലെ ഷാർജ, അബുദാബി വഴിയുള്ള വിമാനങ്ങളിൽ ഇവരെ കയറ്റിവിടാമെന്ന് ഉറപ്പ് നൽകുകയുണ്ടായി. ദുബായിലേക്ക് പോകേണ്ടവർക്ക് ഡൽഹി വഴിയുള്ള വിമാനം ഏർപ്പാടാക്കാമെന്നും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരുന്നു. അതുവരെ താമസ സൗകര്യം ഏർപ്പെടുത്താമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതുമാണ്. താല്പര്യമില്ലാത്തവർക്ക് പണം മടക്കി നൽകുമെന്നും അറിയിച്ചിരുന്നു. അതേസമയം മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സമയം മാറ്റി. ഉച്ചയ്ക്ക് 1:40-ന് അബുദാബിയിൽ നിന്ന് പോകേണ്ട വിമാനം രാത്രി 8:50-ന് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്ന് അറിയിച്ചിരുന്നു. കനത്ത മഴയെ തുടർന്ന് മസ്കറ്റ് കണ്ണൂർ വിമാനം വഴിതിരിച്ചുവിട്ടു. മഴയെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനം റൺവേയിൽ ഇറക്കാൻ സാധിച്ചില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:40-ന് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു തിരിച്ചുവിട്ടത്. മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനം ബംഗളൂരിലേക്കാണ് മാറ്റിയത്. പിന്നീട് കാലാവസ്ഥ അനുകൂലമായ ശേഷം വൈകിട്ട് 6:10-ന് വിമാനം തിരികെ കണ്ണൂരിലെത്തി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ബംഗളൂരു, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ 2 മണിക്കൂറിലധികം വൈകിയാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടത്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. വിമാനത്തിൽ ദമ്പതികൾ തമ്മിൽ അടിപിടി കൂടിയ സംഭവം ഈയിടയ്ക്ക് നമ്മൾ അറിഞ്ഞിരുന്നു. ജൂലൈ 2-നായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. US-ലെ സീറ്റിലിൽ നിന്ന് ആങ്കറേജിലേക്ക് പുറപ്പെട്ട അലാസ്ക എയർലൈൻസ് വിമാനത്തിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ. ഭാര്യയെ വൈദികൻ മർദ്ദിച്ചു. ഭാര്യയുടെ ടിക്കറ്റ് ഫസ്റ്റ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. ഇതിൽ പ്രകോപിതനായിട്ടാണ് വൈദികൻ മർദ്ദിച്ചത്. യാത്രക്കാർക്ക് മുന്നിൽ ഭാര്യയുമായി കയർത്തു, തലയ്ക്കടിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. എക്കണോമി ക്ലാസ്സിലായിരുന്നു ഇവരുടെ യാത്ര. വിമാനം പറന്നുയർന്നതിന് പിന്നാലെ റോജൻ അലൻ ഭാര്യയെ ശകാരിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. ഇതെല്ലാം സഹയാത്രക്കാർ കണ്ടു. തുടർന്ന് ആക്രമണം രൂക്ഷമായപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ വിമാനത്തിലുണ്ടായിരുന്നു. യാത്രക്കാരനായിരുന്നു അദ്ദേഹം ഇടപെട്ടു. അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും വിമാനയാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അതൊക്കെ പലപ്പോഴും പല രീതിയിലുള്ള വാർത്തകളായി പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിമാനത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.